വരികൾക്കിടയിലെ വായനയിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രേക്ഷകരോട് ഒരു വിശദീകരണം. കഴിഞ്ഞൊരു ദിവസം ഈ കോളത്തിൽ കാരന്തൂർ മർക്കസിനോടനുബന്ധിച്ചുള്ള ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ നടന്നു വരുന്ന സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സമരം തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് 100% ന്യായമാണ്. കാരണം ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിത്വത്തിലും ആ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ള മതിപ്പിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വേണ്ടത്ര പരിശോധിക്കാതെ അവിടെ നടക്കുന്നതായ ആ സ്ഥാപനത്തിൻ്റെ പരസ്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായും അതിന് അംഗീകാരമുണ്ടാകുമെന്ന ആ പരസ്യം അവർ അപ്പടി വിശ്വസിച്ചു. കാന്തപുരം പറയുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാൻ പറ്റാത്തതാണെന്നും അദ്ദേഹം പലപ്പോഴും പല വ്യാജമായ തുരുപ്പ് ഷീറ്റുകൾ പുറത്തെടുക്കാറുണ്ട് എന്ന വസ്തുതകളൊക്കെ മറന്നുകൊണ്ട് ഒരു മതപരമായ പരിവേഷമുള്ള ഒരു വ്യക്തി ഈ തരത്തിലുള്ളതായ ഒരു വഞ്ചനയുമായി രംഗത്ത് വരികയില്ല എന്ന ഉറച്ച ബോധ്യത്താലാണ് പാവപ്പെട്ടതായ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ വഞ്ചിതരായത്. അങ്ങനെ ആ വശത്തെ സംബന്ധിച്ച് വേണ്ടത്ര പരിഗണിക്കാതെ ഈ കോളത്തിൽ നമ്മൾ പറഞ്ഞത് ആ സ്ഥാപനം കാന്തപുരം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളും ഇതെല്ലാം മുമ്പിൽ വെച്ചുകൊണ്ട് വിശാലമായ ഒരു ഐക്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ആവശ്യകത ഊന്നിപ്പറയവേ ഈ വശങ്ങൾ പൂർണ്ണമായും മറന്നുകൊണ്ടുള്ള സംസാരമാണ് അത് നടത്തപ്പെട്ടതെന്നാണ് പൊതുവെയുള്ളതായ അഭിപ്രായം. അതിനാൽ തന്നെ ആ വിദ്യാർത്ഥികൾക്ക് വല്ലാതെ അവരുടെ കോഴ്സിന് മുറിവേറ്റു എന്ന് പറഞ്ഞ് അവരുടെ ചില നേതാക്കന്മാർ വിളിച്ചിരുന്നു. അവർ സംസാരിക്കുകയുണ്ടായി. ഞങ്ങളുടെ സമരത്തെ വല്ലാത്ത രീതിയിൽ തെറ്റായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് സംബന്ധമായ വാട്സപ്പ് മെസ്സേജുകൾ വ്യാപകമായി പ്രചരിക്കുന്നുവെന്ന് ആ കുട്ടികൾ പരാതി പറയുകയുണ്ടായി. തീർച്ചയായും അക്കാര്യത്തിൽ വലിയ ഖേദമുണ്ട്. വളരെ പ്രയാസപ്പെട്ട് നടത്തിക്കൊണ്ടിരുന്ന ആ സമരം നമ്മുടേതായ ചില പരാമർശങ്ങളുടെ പേരിൽ അവർക്ക് ചില സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഖേദകരമാണ്. കാന്തപുരത്തിനെ പോലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള വഞ്ചന ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കരുതായിരുന്നു. കാരണം മുടിയും മറ്റും കൊണ്ടുവന്ന് അദ്ദേഹം ജനങ്ങളെ ഇவ்விധം വഞ്ചിച്ച സ്ഥിതിക്ക് എന്തുകൊണ്ട് അദ്ദേഹം കുട്ടികളെ വഞ്ചിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം എന്തുകൊണ്ടോ കഴിയാതെ പോയി. ഗുണകാംക്ഷാപരമായ ഒരു സമീപനം അദ്ദീനു നസീഹത്തു, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണല്ലോ എല്ലാവരോടും. ആ ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അങ്ങനെ പരാമർശിച്ചത്. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി സമരത്തിന് എല്ലാവിധ പിന്തുണയും അത് ഏതെല്ലാം രീതിയിൽ അതിനെ പിന്തുണക്കാൻ കഴിയുമോ ആ അർത്ഥത്തിലെല്ലാം തന്നെ പിന്തുണക്കാൻ ദർശന TV ബാധ്യസ്ഥമാണ്. ഈ പറയുന്ന ആൾ ബാധ്യസ്ഥമാണ്. അതുപോലെ തന്നെ നല്ലവരായ ജനങ്ങളും ബാധ്യസ്ഥരാണ്. ആ കുട്ടിയുടെ പരാതി ബന്ധപ്പെട്ട സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് പരിഹരിച്ചു കൊടുക്കണം. അവരുടെ ഭാവി തകർക്കരുത്. സമരം ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചവരല്ല, അവർക്ക് അവരുടെ ഭാവി കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അവർക്ക് നൽകപ്പെട്ടതായ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായ മൂല്യം അത് ഒരുപക്ഷെ അവർ നൽകിയതായ സംഖ്യയേക്കാൾ വളരെ വലുതായിരിക്കും. ആ വസ്തുതകളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ളതായ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകാനുള്ള ശ്രമമോ ബന്ധപ്പെട്ട എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ വിദ്യാർത്ഥി സമരത്തെ തകർക്കുക പൊളിക്കുക എന്നത് എൻ്റെ ലക്ഷ്യമേ ആയിരുന്നില്ല. പക്ഷേ അതിനെ അധികൃതർ വളരെ വ്യാപകമായ തോതിൽ തെറ്റായി ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെന്നും അവരതിൽ നിന്ന് മുതലെടുക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞതോടുകൂടി തന്നെ ആ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുടെയും അതിൻ്റെ പിന്നിലുള്ളതായ ശക്തികളുടെയും ഇംഗിതം ഒരിക്കലും തന്നെ സദ്ദേശപരമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ അന്ന് നടത്തിയതായ പരാമർശങ്ങളിൽ ഖേദിക്കുകയും അതോടൊപ്പം ആ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് എല്ലാ അർത്ഥത്തിലുള്ളതായ പിന്തുണ നൽകുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു.